അല്ല, ലജ്ജയാൽ പടച്ചവരാണ് സ്ത്രീകൾ, ലജ്ജയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സൂക്ഷ്മാവയവങ്ങൾ അത് അന്യർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നവളല്ല ഒരു മുസ്ലിം സ്ത്രീ. ക്യാമറയ്ക്ക് മുമ്പിൽ ഇളകിയാടുന്നവളല്ല ഒരു മുസ്ലിം സ്ത്രീ. ഒരിക്കലും അഭിമാന രോഷം ഉള്ള ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു സഹോദരൻ, ഒരു ഭർത്താവ്, ഒരു ഗൃഹനാഥൻ ഒരിക്കലും തൻ്റെ കീഴ്ഘടകങ്ങളായിട്ടുള്ള സ്ത്രീകൾ അതിന് സമ്മതിക്കാൻ പാടുള്ളതല്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പല ഭാര്യമാരുടെയും വേഷവിധാനം എന്താ? പെൺമക്കളുടെ വേഷവിധാനം എന്താ? മാതാക്കളുടെ വേഷവിധാനം എന്താ? സഹോദരിമാരുടെ വേഷവിധാനം എന്താ? മാറ് മറക്കാത്ത, തലമുടി മറക്കാത്ത, പലരും വയറുപോലും മറക്കാത്ത രീതിയിലുള്ള വേഷങ്ങളാണ്. ചിലർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെയാണ്. വേഷം ധരിക്കാതിരിക്കലാണ് അതിലേറെ നല്ലതെന്ന രീതിയിലായിരിക്കും അവരുടെ വേഷം. ശരീരാവയവങ്ങളെ മറക്കാൻ ഒട്ടും അവസരമില്ലാത്ത വിധമുള്ള വസ്ത്രങ്ങളാണ് അവരുടെ വസ്ത്രം തന്നെ. കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ഉടുത്തിട്ടുണ്ട് പക്ഷേ നഗ്നതകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞ ആ സ്ത്രീകളുടെ രംഗപ്രവേശനം നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹാബികളുടെ ജീവിച്ച നാളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിൽക്കുമ്പോൾ സുഗന്ധം പുരട്ടിയ ഒരു സ്ത്രീ പോവുകയാണ്. അവർ പള്ളിക്കാണ് പോണത്, പെണ്ണ് പള്ളിയിൽ പോവുകയാണ്, സുഗന്ധം പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, അമത്തല്ല, പെണ്ണേ എവിടേക്കാ പോണ്? നീ എവിടെ പോകുന്നു? പള്ളിയിലേക്കാണ് പോകുന്നത് എങ്കിൽ ജനാബത്ത്, വലിയ ശുദ്ധി ഉണ്ടായിട്ട് കുളിച്ച് ശുദ്ധിയാകുന്നത് പോലെ ശുദ്ധിയായിട്ട് പോകാൻ പറയണം. വളരെ ഗൗരവത്തിലാണ് അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആ പെണ്ണിനെ ശകാരിക്കേണ്ടത്. എന്തേ ചെയ്തിട്ടുള്ളൂ? സുഗന്ധം പുരട്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. ഇന്ന് സുഗന്ധം അത് പ്രസരിപ്പിച്ചുകൊണ്ടുള്ള പോക്ക് മാത്രമല്ല, പിന്നെയോ സ്ത്രീകൾ, പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾ അവർ ഇളകിയാടി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽ നടയിൽ കാലിലെ സ്റ്റെപ്പുകൾ അതുവരെ വല യദ്രിബിന ബി അർജുലിഹിൻ ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഒളിഞ്ഞു കിടക്കുന്ന സൗന്ദര്യം അതറിയപ്പെടുന്നതിന് വേണ്ടി അവർ നടക്കുമ്പോൾ കാലടി ശബ്ദം കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ്. പതിഞ്ഞ കാൽവെപ്പുകളിൽ നടന്നു പോകണം എന്നുള്ളതാണ് സ്ത്രീകളുടെ നടത്തത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഈ തുള്ളി ആടിയിട്ടുള്ള പോക്കെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്. ഹയാ ഇല്ലാത്ത വിധം ഒരു സംസ്കാരം വളർന്നു വരികയാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നിഷിദ്ധങ്ങൾ കാണുന്നതിൽ, നിഷിദ്ധങ്ങൾ കേൾക്കുന്നതിൽ ഒക്കെയും നമുക്ക് എന്ത് വേണം? ഹയാ വേണം. അള്ളാഹുവിനെ തൊട്ട് നമ്മൾ ലജ്ജ വേണം എന്ന് പറയില്ലേ? ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ. അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ യഥാവിധം ലജ്ജിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തുണ്ട്. എങ്ങനെ അള്ളാഹിനെ തൊട്ട് യഥാവിധം ലജ്ജിക്കുക? അള്ളാഹുവിനെ തൊട്ട് യഥാവിധം ലജ്ജിക്കൽ നമ്മുടെ തല ഉൾക്കൊണ്ട അവയവങ്ങൾ, നമ്മുടെ ഉദരം ഉൾക്കൊണ്ട അവയവങ്ങൾ, ഇതൊക്കെയും നമ്മൾ എന്താണ് കാത്തു സൂക്ഷിക്കലാണ്, നിഷിദ്ധം ചെയ്യാതെ. അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ഹയാ. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ഇതൊക്കെ തല ഉൾക്കൊണ്ട അവയവങ്ങളാണ്. അത് നിഷിദ്ധങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഉദരം ഉൾക്കൊണ്ട അവയവങ്ങൾ, കൈക്കാലുകൾ, ലൈംഗിക അവയവം, ഇതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കാത്തു സൂക്ഷിക്കണം നിഷിദ്ധം പ്രവർത്തിക്കുന്നതിനെ തൊട്ട്. ആ രീതിയിൽ നമുക്ക് ലജ്ജ വേണം എന്ന് പഠിപ്പിക്കപ്പെട്ടു. മരണവും മരണാനന്തര ജീവിതവും ഓർത്തുകൊണ്ട് നമ്മൾ യഥാവിധം ലജ്ജയുള്ളവരാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണർത്തിയിട്ടുണ്ട് മുമ്പ് ഒരു സംഭവം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അസ്മാ ബിൻതു ഉമൈസിനോട് പറഞ്ഞത് മനസ്സിലായില്ലേ? മയ്യത്ത് കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ മയ്യത്ത് കഫൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താണിന് മുമ്പ് അവരുടെ മനസ്സിലത് കോലപ്പെടുത്താണ്. നമുക്കറിയാം 5 വസ്ത്രങ്ങളിലാണ് സ്ത്രീകൾ കഫൻ ചെയ്യപ്പെടുക. ഒരു ഉടുമുണ്ടുണ്ടാവും, പിന്നെ ഒരു ഖമീസ്, ദിർ ഉണ്ടാവും, കുപ്പായം, പിന്നെ സ്ത്രീക്ക് ഒരു മക്കൻ ഉണ്ടാവും, ഖിമാർ. അപ്പോൾ സ്ത്രീയുടെ ജനാസ കിടത്തിയിട്ടുണ്ടെങ്കിൽ മുണ്ട് ഉടുക്കും, പിന്നെ ദിർ ധരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ശീല, അതിൻ്റെ കഴുത്ത് ഭാഗം വെട്ടിയിട്ട് അതിങ്ങനെ ഇട്ട്, മനസ്സിലായില്ലേ? അതൊരു ഖമീസാക്കിയിട്ട് മയ്യത്തിനല്ല ഇടുന്നത്, ദിർ. പിന്നെ ഖിമാർ, മുഖമക്കനെ ധരിപ്പിക്കും മയ്യത്തിന്. എന്നിട്ട് പിന്നെ 2 എന്താണ് ലഫാഫാണ്, 2 പൊതി, 2 തുണി വിരിച്ചിട്ട് ആ തുണി പൊതിയാ ചെയ്യാം മയ്യത്ത്. ഇങ്ങനെ ഒരു മയ്യത്തിനെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? അവരുടെ മാറ് തൊടുത്ത് കാണും, ഇല്ലേ? അത് മയ്യത്തിൽ ആ ശീലം വരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ് തൊടുത്ത് കാണും. ശരീരാവയവങ്ങളിൽ സ്ത്രീയുടെ ഒരു വടിവ് അതിങ്ങനെ പ്രത്യേകിച്ച് കാണും. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അസ്മാ ബിൻതു ഉമൈസിനോട് പറയാണ്, അസ്മ, ഇങ്ങനെ ജനാസ കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൻ്റെ ഈ വടിവ്, ഷെയ്പ്പ്, അത് മറ്റ് ആണുങ്ങൾ കാണൂല്ലേ എന്ന് അവരുടെ വേജാറ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, മരിച്ചതിന് ശേഷം കണ്ടുവച്ചിട്ട് എന്താ? മാത്രമല്ല മരിച്ചതിന് ശേഷം മറ്റുള്ളവരല്ലേ ധരിപ്പിച്ചു കൊടുക്കുന്നത്. സ്വയം ഒരാൾ തൻ്റെ ശരീരത്തിലെ വടിവ് കാണാനല്ലല്ലോ അവർ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലും അവരുടെ ആ ഒരു ചിന്ത ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
അപ്പോൾ അസ്മാ ബിന്തു ഉമൈസ് പറയാണ്, ഞങ്ങൾ അസ്മ അവർ ഹബ്ഷയിലേക്ക് ഹിജറ പോയ മഹദിയാണ്, അവർക്ക് ഹബ്ഷീനയിലെ ചരിത്രം അറിയാം. അപ്പോൾ അവിടെ ക്രൈസ്തവർ വേദത്തിൻ്റെ ആളുകൾ അവർ ചെയ്തിരുന്ന ഒരു കാര്യം അസ്മ ഫാത്തിമയോട് പറയണം. എന്താ? അവരുടെ മയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുടെ മയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ് ഇങ്ങനെ വളച്ചു വെക്കും, ജനാസന്റെ മുകളിൽ ഒരു കമ്പ് വളച്ചു വെച്ചിട്ട് അയിമൊരു തുണി ഇടുന്നതാണ്, അയിമൊരു തുണി ഇടും. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല പറയാണ്, എങ്കിൽ നിങ്ങൾ എൻ്റെ ജനാസ കുളിപ്പിച്ച് അത് കഫൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ഒരു കമ്പ് ഇങ്ങനെ വളച്ചു വെച്ചിട്ട് ഒരു തുണി ഇടണം. എന്തിനാ തുണി ഇടുന്നത്? ശരീരത്തിലെ വടിവ് ഉണ്ടല്ലോ, അത് ജനാസ എടുക്കുന്ന, വഹിക്കുന്ന, ഖബറിലേക്ക് ഇറക്കുന്ന ആണുങ്ങൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അത്രമാത്രം ലജ്ജയായിരുന്നു ആർക്ക്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പുത്രി സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോക സ്ത്രീകളുടെ നേതാവാണ് ആര്? ഫാത്തിമ. അത് ഇഹത്തിലും നാളെ സ്വർഗത്തിലും അങ്ങനെയാണ്. അവരാണ് സ്വർഗ സ്ത്രീകളുടെ നേതാവ്. ആ മഹദി പഠിപ്പിക്കുന്ന ലജ്ജാശീലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരെ അനുകരിക്കേണ്ട, അനുധാവനം ചെയ്യേണ്ട സ്ത്രീകളൊക്കെ എവിടെ എത്തി? ഉടയാടകളുടെ വിഷയത്തിൽ, വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ.